Welcome to Sunday Special Baking Class. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ടിപ്പ് വെച്ച് ബേസിക് ആയിട്ട് എങ്ങനെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം, അതുപോലെ എങ്ങനെ നമ്മൾ പൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും മുഴുവൻ വീഡിയോ എല്ലാവരും കാണുക. അപ്പം ഞാൻ ഓൾറെഡി 2 ബാഗ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും. ഞാൻ ഉപയോഗിക്കുന്ന ടിപ്പ് അത് നമ്മൾ AJ2ഉം അതുപോലെ തന്നെ AJ6ഉം ആണ് കേട്ടോ. നമ്മൾ ഇന്ന് പൈപ്പിങ് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ടിപ്പുകൾ. അപ്പം ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും ബട്ടർ ക്രീമാണ് ഏറ്റവും നല്ലത് റഷ്യൻ ടിപ്പ് ഉപയോഗിക്കാൻ വേണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെറുതായിട്ട് ആ വിപ്പിംഗ് കുറവോ അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഫ്ലവർ കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഡിസൈൻ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്ക് ആദ്യമേ തന്നെ റെഡിൽ തന്നെ തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേക്കൊന്നുമല്ല, ഡെമോയാണ്. ബട്ടർ ക്രീം വെച്ചുണ്ടാക്കിയ ഒരു ഡെമോ കേക്കാണിത്. അതിൻ്റെ അകത്ത് തെർമോക്കോളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കേക്കിൻ്റെ ഷേപ്പിന് വേണ്ടി മാത്രം കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണിത്. അപ്പം നമ്മൾ റെഡ്, അപ്പം AJ2 നമുക്ക് ഒരു റഷ്യൻ ടിപ്പ് എപ്പോഴും 3 രീതിയിൽ നമുക്ക് പൈപ്പ് ചെയ്യാൻ സാധിക്കും. 3 അതിൽ കൂടുതലുണ്ട്, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ബേസിക് ആയിട്ട് നമ്മൾ 3 രീതി പൈപ്പ് ചെയ്യാം, അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് റെഡേ തുടങ്ങാം. അപ്പോൾ AJ2ൻ്റെ ഫ്ലവറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം റെഡ് കളറുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാം, നമ്മൾ ഏറ്റവും താഴെ കൊണ്ടുവച്ച് ചെറുതായിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു ടിപ്പിലെ ഒരു ഫ്ലവർ ഡിസൈനാണ്. ചെറിയ സൈഡൊക്കെ ഫിനിഷ് ആവാനുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം ഒട്ടും ഏറ്റവും അടുത്ത് കൊണ്ടുവച്ചിട്ട് ചെറുതായിട്ട് ഒന്നുമില്ല, ചെറുതായിട്ട്. അപ്പം റഷ്യൻ ടിപ്പ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാക്സിമം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അന്നേരം കൃത്യമായിട്ട് നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ ആ ഷേപ്പ് കിട്ടും. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും തുടച്ച് അതായത് ടിപ്പിൻ്റെ അറ്റം എപ്പോഴും തുടച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടെ മുകളിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല. വേണ്ട, ചെറിയ ഫ്ലവേഴ്സ് ഇത് ഒരു രീതിയിൽ പൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കേക്കിൽ നിന്ന് 1 ഇഞ്ച് താത്തിയാണ് ഞാനിപ്പം പൈപ്പ് ചെയ്തത്, അതായത് 1 ഇഞ്ച് പൊക്കി പിടിച്ചാണ് പൈപ്പ് ചെയ്തത്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് പൊക്കി പിടിച്ചിട്ട് പൈപ്പ് ചെയ്യുക. അത് അവർ കാണിച്ചു തരാം കേട്ടോ. ഇത് 2 ഇഞ്ച് പൊക്കി പിടിച്ച് പൈപ്പ് ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ്, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ഇതിൻ്റെ ചെറുതും വലുതും. പിന്നെ വളരെ ഇത് ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴത്തേന് എപ്പോഴും സമയമെടുത്ത് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും സ്പീഡാക്കി റഷ് ഒന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും നന്നായിട്ട് ഈ സംഭവം വരില്ല. എന്നാൽ ഇവിടെ ഒരു ചെറുത് വെച്ച് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് 3ാമത്തെ രീതിയാണ്. ഇപ്പം ചെറുത് വലുത്, ഇനി ഇതിനെ കഴിഞ്ഞ് വലിയൊരിത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മുകളിൽ ആ ഫ്ലവറിൻ്റെ മുകളിൽ പിടിക്കുന്നുണ്ടോ, ഇതിൻ്റെ ഇത് പൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ഏറ്റവും താത്താണ്. അത് കഴിഞ്ഞ് പൈപ്പ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ പൊക്കി, അത് കഴിഞ്ഞപ്പോൾ ഇനി 3ാമത്തെ ഫ്ലവറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഒരു ടിപ്പിലുള്ള 3 ഡിസൈനാണ്, 3 ടൈപ്പ് ഫ്ലവേഴ്സാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫ്ലവർ പൈപ്പ് ചെയ്യും കേട്ടോ. ഇത് നല്ല, അതായത് ടിപ്പിൻ്റെ അനുസരിച്ച് നമ്മുടെ ആ ഡിസൈനിൻ്റെ ഫിനിഷിങ് വ്യത്യാസം വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് നല്ല ഫ്ലവറിൻ്റെ രീതി കിട്ടി. 3ാമത്തെ രീതി ചെയ്തപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ ഈ അടുത്ത AJ6 എന്ന് പറഞ്ഞപ്പോൾ AJ2 ആണ് പൈപ്പ്, AJ6 പൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഫിനിഷിങ് എടുത്തത്. കാരണം ഡിപ്പെൻസ് ഓൺ ദ ടിപ്പ്, നമ്മുടെ ടിപ്പിനനുസരിച്ചായിരിക്കും എപ്പോഴും നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി മാത്രമേ ഉള്ളൂ ചെയ്യാവുള്ളൂ. നിങ്ങളിപ്പോൾ ആദ്യമേ ഒരു ഡിസൈൻ കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ടേബിളിൽ നമ്മൾ ചെറുതായിട്ട് പൈപ്പ് ചെയ്ത് നോക്കുക, ഈ 3 രീതി ചെയ്ത് നോക്കുക. ഇത് ബെറ്റർ ആയിട്ട് വരുന്ന ഏത് രീതിയാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പം റെഡ്, അപ്പം ഇത് 3 ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് AJ2ൻ്റെ 3 നിങ്ങളിപ്പോൾ കണ്ടത്. 3 എന്ന് വെച്ചാൽ 3 ഫ്ലവർ അല്ല, ഒരേ ഫ്ലവറിന് തന്നെ 3 ഡിഫറെൻറ്റ് സൈസസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഓരോ ഫ്ലവറിൻ്റെ ടിപ്പിനും ഓരോരോ ശൈലിക്ക് അനുസരിച്ചാണ് നമ്മൾ പൈപ്പ് ചെയ്യുന്നത്. അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത് ആദ്യമേ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് AJ6 കേട്ടോ.
അതും ആദ്യമേ ലോങ് പൈപ്പ് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇത് കണ്ടോ, ഇത് ലോങ് പൈപ്പ് ചെയ്ത് നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു 3-4 ഞാൻ ചെയ്ത് കാണിക്കാതെ. ഇത് കണ്ടോ, ഇതൊരു ഫ്ലവറിൻ്റെ കൂമ്പാരം പോലെയായി നമുക്കിങ്ങനെ മുകളിൽ നമുക്ക് പൈപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ ഇനി ചെറുകൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബ്ലൂ കളർ AJ6 നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഒരിക്കലും ഓപ്പണായിട്ട് തുറന്നു വന്നില്ല, നമ്മുടെ AJ2 തുറന്നു വന്നില്ല. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ടിപ്പിനനുസരിച്ചായിരിക്കും ഫ്ലവറിൻ്റെ ആ വിരിവ്, ആ രസം കാണാനുള്ള ഭംഗി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറുതൂടെ ഞാൻ പൈപ്പ് ചെയ്ത് കാണിക്കാം. ഇവിടുന്നുണ്ട്. രണ്ടാമത്തെ ലെവലിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വേണ്ടോ, ഒരു ടിപ്പിൽ തന്നെ അപ്പോൾ ഇടയ്ക്കൊന്ന് വിട്ട് പോന്നാലും അവിടെ തന്നെ കുത്തി ഒന്നുകൂടെ പൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു കൂടാരം പോലെയായി ഇത് മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു റെഡ് കൊടുക്കാം, പിന്നെ ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഓരോ ഡിസൈൻസും നമ്മൾ റഷ്യൻ ടിപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പൈപ്പ് ചെയ്യുന്ന ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യമേ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. എങ്ങനെയാണ് കാണിച്ചു തന്നെ, ഏറ്റവും താത്തി പിടിച്ച് പൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് പൊക്കി പിടിച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് കുത്തി ഒറ്റ വലി, അതായത് റിലീസ് ചെയ്യുമ്പോൾ ഒരേപോലെ കുത്തുവും വലിക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡിസൈൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ ഡിസൈനോട് ഞാൻ കാണിച്ചു തരാം. വേണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് നമുക്കത് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഏത് ഫ്ലവർ നമ്മൾ ചെയ്താലും നമ്മൾ ആ ചെയ്യുന്ന ഫ്ലവർ ഏതാ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഫ്ലവേഴ്സ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ കപ്പ് കേക്കിൽ ചെയ്യും. അത് നമ്മുടെ റെഡ് ഞാനിപ്പോൾ കാണിച്ചതുപോലെ സൈഡിലൊരു ഫിനിഷിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്നും അവിടെ കാണിച്ചു തരാം. ഇത് മൊത്തം ഫിനിഷ് ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയണ്ടേ. ഇതിപ്പം നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു കേക്ക് ഫിനിഷ് ചെയ്യുന്ന ആ ഒരു ശൈലി മാത്രം കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം റഷ്യൻ ടിപ്പിന് ചെയ്യാം. നമുക്ക് ബ്ലൂവിൻ്റെ കൂടെ തന്നെയാണല്ലോ, റെഡ് കൂടെ കൊടുത്തേക്കാം ഒരു ഭംഗിക്ക് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഏത് കളർ വേണേലും നിങ്ങൾക്ക് ഇതായിട്ട് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, നിങ്ങൾക്ക് ഈ റെഡ് ചെയ്യാൻ പറ്റുമോ ബ്ലൂ എന്നൊരു സംശയം വരും. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. സോ ഇവിടെ ഇച്ചിരി ചാടിപ്പോയി, സാരമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റഷ്യൻ ടിപ്പ് പൈപ്പ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും കയ്യിലെടുക്കുന്ന ലോഡാണ്. ഞാൻ പൈപ്പിംഗ് ബാഗ് ആദ്യമേ എടുത്തപ്പോഴേ കണ്ടു കാണും, ഒരു ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ ഞാൻ ബട്ടർ ക്രീം എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ബട്ടർ ക്രീമാണ് ഏറ്റവും നല്ലത് റഷ്യൻ ടിപ്പ് യൂസ് ചെയ്യാമെന്ന് കേട്ടോ. ഇതൊരു ഐഡിയ മാത്രമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഷെഫ് ചെയ്തിട്ട് അത് അങ്ങനെയാണല്ലോ, അങ്ങനെയല്ല കേട്ടോ. തീർച്ചയായിട്ടും ഞാനിതൊരു ഐഡിയ ആണ് എങ്ങനെയാണ് പൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതി ആദ്യമേ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുക, രണ്ടാമത് 1 ഇഞ്ചൂടെ മുകളിലൂടെ പൊക്കി വെച്ച് ചെയ്യുക, മൂന്നാമത് 2 ഇഞ്ച് മുകളിലൂടെ പൊക്കി വെച്ച് നല്ലോണം റിലീസ് ചെയ്ത് വലിച്ചിങ്ങെടുക്കുക. അങ്ങനെ വെച്ചാൽ റഷ്യൻ ടിപ്പിൻ്റെ ഫ്ലവേഴ്സ് എപ്പോഴും നല്ല രീതിക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ഇവിടെ 2-3 ഗ്യാപ്പ് നമുക്ക് അതുകൂടെ ഫില്ല് ചെയ്ത് വിട്ടേക്കാം. ഇതുണ്ടോ, റഷ്യൻ ടിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫ്ലവർ ഏത് ഡിസൈൻ വേണോ, അതായത് ഇപ്പം ബട്ടർ ക്രീമിനകത്ത് 2-3 കളർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും റഷ്യൻ ടിപ്പ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേക്കുകളുടെ സൈഡുകളും കപ്പ് കേക്കുകൾ, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കപ്പ് കേക്കിൻ്റെ സൈഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റഷ്യൻ ടിപ്പ് വളരെ നല്ലതാണ്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ പൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ് നിങ്ങളെ കാണിച്ചു തന്നത്.
അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.